ലാലേട്ടൻ ഈ ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും എന്ന് പറയുന്ന പോലെ തന്നെ പ്രായം കൂടുന്തോറും ഹൈറ്റ് കുറയും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു മിത്താണോ അത്? വെർട്ടിബ്രയിലെ വരുന്ന ഫ്രാക്ചർ അല്ലേ, അതുകൊണ്ടാണ് ഈ ഹൈറ്റ് കുറയുന്നത്. സത്യമാണ്. ഫ്രാക്ചർ വന്ന പണ്ടത്തെ ആൾക്കാർ കൂഞ്ഞി പോകുന്നുണ്ടിട്ടില്ലേ, ഇങ്ങനെ എങ്ങനെ കൂഞ്ഞി പോകുന്ന വെച്ചാൽ നമ്മുടെ നട്ടലിൽ ഫ്രാക്ചർ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറയും. ആ വെർട്ടിബ്രയുടെ ഹൈറ്റ് കുറയുമ്പോഴാണ് നമുക്കും ഹൈറ്റ് കുറയുന്നത്. അത് ബേസിക്കലി ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണമില്ലേ, ആ സ്പോഞ്ചിനകത്ത് ഐസ് നിറഞ്ഞിരിക്കുന്നു. നമ്മളൊരു 10 സ്പോഞ്ച് ഐസ് നിറഞ്ഞു വെച്ചിരിക്കുന്ന തണുത്ത സ്പോഞ്ച് അമർത്തി കഴിഞ്ഞാൽ അമരില്ലല്ലോ. പക്ഷെ വെറും ഉണങ്ങിയ സ്പോഞ്ച് അമർത്തി കഴിഞ്ഞാൽ അമരൂലേ. അതുപോലെ നമ്മൾ പ്രായമാകുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് കാരണം നമ്മുടെ എല്ലുകൾ സ്പോഞ്ച് പോലെയാവും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എല്ലുകളും സ്പോഞ്ച് പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ ആവശ്യത്തിന് പോഷകാംശവും കാൽസ്യവും ഒന്നും കിട്ടിയില്ല, സ്പോഞ്ച് പോലെയാണ്. നമ്മൾ നടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് സ്പൈനിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. അപ്പം എല്ലുകൾക്ക് ബലമില്ലെങ്കിൽ സ്പൈനിൽ ഉള്ള വെർട്ടിബ്ര എന്ന് പറയുന്ന എല്ല് അതിനകത്ത് നിറച്ച് മജ്ജയാണ്. അപ്പോൾ അത് സ്പോഞ്ച് പോലെ പതുക്കെ അമർന്നു വരും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഉയരം കുറയാം എന്ന് പറയുന്നത് ശരിയാണ്. നമ്മുടെ ബോൺസ് ഹെൽത്തിയാണ് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ അതിന്? ഹെൽത്തി ബോണിൻ്റെ മിനറലൈസേഷൻ അറിയാനുള്ള ടെസ്റ്റ് ഉണ്ട്. ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഈ വീക്കായി തുടങ്ങി നമുക്ക് എങ്ങനെ മനസ്സിലാവും? പെയിൻ വരും, അല്ലാതെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഈ ബോൺ ഇപ്പം പ്രായമുള്ള ആൾക്കാർ, ഒരു 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആൾ ഇപ്പോൾ ശരീരത്തിൽ ആദ്യം ഒരു ഫ്രാക്ചർ വരികയാണ്, ചെറിയൊരു വീഴ്ചയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പക്ഷേ ഒരു 30 വയസ്സുള്ള ആൾ അതേ വീഴ്ച വീണിരുന്ന് കൈ കുത്തിയിരുന്നെങ്കിൽ കൈ പൊട്ടില്ലായിരുന്നു. പക്ഷേ ഈ 55 അല്ലെങ്കിൽ 60 ഇയർ ഓൾഡ് ആയിട്ടുള്ള ആൾ വീണു, ചെറിയൊരു വീഴ്ചയിൽ തന്നെ കൈ ഒടിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് സസ്പിഷൻ അപ്പം തന്നെ നമുക്കുണ്ടാവും. കാരണം പേഷ്യൻറ്റിൻ്റെ ബോൺ വീക്കാണ്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ സാർ പറഞ്ഞ പോലെ ബോൺ മിനറൽ ഡെൻസിറ്റി ഡെക്സ സ്കാൻ ചെയ്തിട്ടാണ് അത് പരിശോധിക്കുന്നത്. നമ്മുടെ ബോണിൻ്റെ അകത്ത് എത്രത്തോളം മിനറൽ എന്ന് പറഞ്ഞാൽ കാൽഷ്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഡെക്സ. അതിനകത്ത് ഒരു ലിമിറ്റിൽ കുറവാണ് ബോൺ മിനറൽ ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പല ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ബോൺ മിനറൽ ഡെൻസിറ്റി കൂട്ടാൻ, എല്ലിലെ കാൽഷ്യം കൂട്ടാനായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മരുന്നുകളുണ്ട്, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത്. അത് എല്ലാത്തിനും ഓരോ ലെവലുള്ള മിനറൽ ഡെൻസിറ്റിക്ക് ഓരോ ട്രീറ്റ്മെൻറ്റാണ്. ഈ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൺലൈറ്റ് അതുപോലെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കത്തില്ലേ? ഡോക്ടർ ഗോപി നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം കഴിച്ചതുകൊണ്ട് അതെല്ലാം നമ്മുടെ ബോണിലേക്ക് കയറണമെന്നില്ല. അപ്പോൾ കാൽഷ്യം അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ കാൽഷ്യത്തിന് നമ്മൾ കഴിച്ചതുകൊണ്ട് നമ്മളത് നേരെ എല്ലിലേക്ക് എത്തണമെന്നില്ല. അതിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, വൈറ്റമിൻ ഡിയുടെ ആവശ്യമുണ്ട്. ഈ ഹോർമോണും വൈറ്റമിൻ ഡി എല്ലാം കൂടെ ചേർന്നിട്ടാണ് കാൽഷ്യത്തിനെ എല്ലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ചെറിയൊരു മിസ്സിങ് ഉണ്ടെങ്കിൽ കാൽഷ്യം എല്ലിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് കാൽഷ്യം കഴിച്ചതുകൊണ്ട് മാത്രം എല്ലാം ആയി സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ, അതുകൊണ്ട് ക്യൂർ ആവുന്നില്ല. നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ട്. ഓസ്റ്റിയോപൊറോസിസ് ഒരിക്കലും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വി ക്യാൻ സപ്ലിമെന്റ് ആൻഡ് വി ക്യാൻ കൺട്രോൾ ഇറ്റ്. അല്ലാതെ ഓസ്റ്റിയോപൊറോസിസ് ഓൾവേസ് ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ്. അതൊരു ഡിസീസ് അല്ലല്ലോ, അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഇപ്പോൾ നമ്മുടെ മുടി നരയ്ക്കില്ലേ, അതിനിപ്പോൾ എന്താ ട്രീറ്റ്മെന്റ്? നമ്മൾ കുറേയൊക്കെ നമ്മൾ സപ്ലിമെന്റ് ചെയ്യും. പക്ഷെ മുടി നരയ്ക്കുന്നത് നമുക്ക് ഇല്ലാണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഈ സൺലൈറ്റിന്റെ കാര്യം, നമുക്ക് സൺലൈറ്റ് കൊള്ളണം, പക്ഷെ നമ്മൾ ഇതുപോലെ കൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ബീച്ചിൽ പോയിരുന്ന് സായിപ്പൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയാണ് കൊള്ളേണ്ടത്. അല്ല, ഇപ്പൊ ഞാനിപ്പോ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടേക്കണം, എന്റെ മുഖം താടിയുണ്ട്, ഇത്രയും കണ്ണും കവളും മാത്രം പുറത്തുണ്ട്, 2 കൈയുണ്ട്. ഇതിൽ ഞാനിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്തിരുന്നാലും എനിക്ക് വല്ല സൺലൈറ്റും കിട്ടുന്നുണ്ടോ? ടൈമിംഗ് ഉണ്ടോ? 9 മണിക്ക് മുന്നേ ഉള്ള സൺലൈറ്റ് 11 to 3 നമ്മള് 11 to 3 കൊള്ളണം. അല്ല, നമ്മുടെ എന്റെ ഫാദറിലോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് രാവിലെ ഇളം വെയിലത്ത് പോയി നിൽക്കും. ഞാൻ 9 മണിക്ക് മുന്നേ ഉള്ള വെയിലെന്നാ കേട്ടിട്ടുള്ളൂ. പക്ഷെ ആ വെയിലല്ല ആക്ച്വലി 11 to 3 ഉള്ള വെയിലാണല്ലേ കൊള്ളേണ്ടത്. അതാണ് കുറച്ചും കൂടി നമുക്ക് കൊള്ളാൻ ഇഷ്ടമല്ലാത്ത വെയിൽ കൊള്ളുമ്പോഴാണ് ശരിക്കും വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു 90% ഓഫ് പോപ്പുലേഷൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഹ്യൂമൻ ബോൺസ് വെച്ച് ഡീൽ ചെയ്യുന്ന ആളുകളാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അഡൽട്ട്ഹുഡ് വരെ ബോൺസിൻ്റെ എണ്ണം കൂടുവാണോ കുറയുവാണോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണത്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബോൺസിൻ്റെ എണ്ണം കൂടുന്നുമില്ല കുറയുന്നുമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തലയോട്ടി, നമ്മൾ അഡൾട്ട്സിൽ തലയോട്ടി ഒറ്റ ബോണാണ്. പക്ഷേ കുട്ടികളിൽ അതൊരു 6-7 കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. സോ 6 to 7 പീസസ് കുട്ടികൾ വളരുമ്പോൾ ഇതെല്ലാം ഫ്യൂസ് ചെയ്തിട്ടാണ് തലയോട്ടിയാവുന്നത്. അപ്പം തിയററ്റിക്കലി ആൻഡ് ഫാക്ച്വലി സ്പീക്കിംഗ് മേ ബി ഇറ്റ് ഈസ് റൈറ്റ് ടു സേ, അതായത്
കുട്ടികളായിട്ട് ജനിക്കുന്നവർക്ക് കൂടുതൽ എല്ലുണ്ട്, പക്ഷെ വളരുന്തോറും എല്ലിൻ്റെ എണ്ണം കുറഞ്ഞു കുറയുക കുറഞ്ഞു. പക്ഷെ അത് എല്ലുകൾ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, 2-3 എല്ലുകൾ ഫ്യൂസ് ചെയ്ത് ഒറ്റ എല്ലാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഹ്യൂമൻ ബോണ്ടിനെ പറ്റിയുള്ളൊരു ഫാക്ടർ സാധാരണക്കാർക്ക് അറിയാത്തൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? രണ്ട് കാര്യങ്ങളായിട്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ പേഴ്സണലി സേ ടു മൈ പേഷ്യൻസ്. ഇപ്പം തേയ്മാനം എല്ലാവരും ജനറലി പറയുന്നത് ഹീ ഈസ് ദ നീ സർജൻ, ബട്ട് സ്റ്റിൽ ഐ വിൽ സേ ദിസ്. ഡോക്ടറെ എൻ്റെ എല്ല് തേഞ്ഞതൊന്ന് കാണിച്ചു തരാമെന്ന് എക്സ്റേയിൽ പേഷ്യൻ്റ് ചോദിക്കും. അവരുദ്ദേശിക്കുന്നത് എല്ല് ഉരഞ്ഞ് തേഞ്ഞ് തീരെ ഇല്ലാതെ ഒരു എന്താ പറയുന്നത് നശിച്ചു പോയ ഒരു ജോയിൻ്റ് എന്നെ കാണിച്ചു തരും. ഏർലി സ്റ്റേജസിലാണ് ഞാൻ കൂടുതലും ഇത് പറയുന്നത്. ലേറ്റ് സ്റ്റേജസിൽ യു ക്യാൻ ആക്ച്വലി സീൻ ആൻ എക്സ്റേ. സോ എല്ല് ആസ് സച്ച് തേഞ്ഞു പോകുന്നതല്ല. ഒരു ഷൂവിൻ്റെ സോള് പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ അറ്റം പോലെയോ എല്ല് പൊടിഞ്ഞു പോകുന്നതിലേറെ തേയ്മാനത്തിൽ ജനറലി സംഭവിക്കുന്നത് ജോയിൻസിന് ഡാമേജ് സംഭവിക്കുന്നതാണ്. ആദ്യം ജോയിൻറ്റ് ഫ്ലൂയിഡ് കുറയും, അതിനുശേഷം ജോയിൻറ്റിലുള്ള നമ്മുടെ ഇപ്പം നീ ജോയിൻ്റ് എടുക്കുകയാണെങ്കിൽ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ലിഗമെൻസിനും മെനിസ്കസിനും എറോഷൻസ് വരും. ഈ സ്റ്റേജിലെല്ലാം പേഷ്യൻറ്റ് തേയ്മാനം തന്നെയാണ്. ആൻഡ് വെൻ ഹി ഓർ ഷീ ക്രോസസ് ആ ഒരു 3rd or into 4th സ്റ്റേജ് വരുമ്പം എല്ലിൻ്റെ കവറിങ് അല്ലെങ്കിൽ ആ ജോയിൻസിൻ്റെ കവറിങ് ആയ കാർട്ടിലേജിന് ഡിഫക്റ്റ് വന്നു തുടങ്ങും. മോസ്റ്റ്ലി ചിലപ്പോൾ സംഭവിക്കുന്നത് വെൻ വി ഓപ്പൺ എ നീ ജോയിൻറ്റ് ഓർ വെൻ വി ഓപ്പൺ എ സപ്പോസിഡ്ലി എ ഹെൽത്തി ജോയിൻ ഡിജനറേറ്റഡ് ജോയിൻ, ചിലപ്പോൾ കാർട്ടിലേജിന് അത്രയും എറോഷൻ കാണണം എന്നില്ല. സ്റ്റിൽ ദ പേഷ്യൻറ്റ് വിൽ ബി ഇൻ ലോട്ട് ഓഫ് പെയിൻ. വൈ? പേഷ്യൻറ്റ് പറയുന്നത് എൻ്റെ എല്ല് തേഞ്ഞു എന്നാണ്. എല്ലെന്നല്ല ആക്ച്വലി തേയ്മാനം വരുന്നത്. തേയ്മാനം ഇസ് എ നോർമൽ പ്രോസസ്. ഇറ്റ് ഇസ് എൻ ഓൺഗോയിങ് പ്രോസസ് ഫോർ എനി ഇന്ന് ജനിക്കുന്ന കുഞ്ഞിന് മുതൽ ഇപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾ വരെ. വെൻ ആ പ്രായപൂർത്തിയാകുമ്പം അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ ലൈക്ക് എനി അതർ മെക്കാനിക്കൽ തിങ് ദാറ്റ് വി യൂസ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന സാധനം. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ഓൾവേസ് എക്സൈറ്റഡ് മീ. ലൈക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ് ടു എ പേഷ്യൻറ്റ്. അവരെത്രത്തോളം മനസ്സിലാക്കും, അവർ വിചാരിക്കുന്നത് എൻ്റെ എല്ല് തേഞ്ഞു ഈ രാവി പോകുന്ന പോലെ. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ദം കൺവിൻസ്. സെക്കൻഡ് ഐ തിങ്ക് ഈസ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാൽസ്യം റെഗുലർലി കഴിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ ഫ്രാക്ചർ ഉണ്ടായി ഡോക്ടറെ എന്നാണ് പേഷ്യൻറ്റ് ചോദിക്കുന്നത്. ഈ കഴിക്കുന്ന കാൽസ്യം വയറ്റിൽ നിന്ന് നേരെ എല്ലിലേക്ക് പോകണമെങ്കിൽ ദിസ് തിങ് നോ. കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് വാട്ടവർ നമ്മൾ ഈ മെറ്റബോളിക് സപ്ലിമെൻറ്റേഷന് കൊടുക്കുന്ന ഡ്രഗ്സ് ഒന്നും തന്നെ ബോണിലേക്ക് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യുന്നതല്ല. ദർ ഇസ് എ ഹോൾ ഹോമിയോസ്റ്റാറ്റിക് പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് നമ്മുടെ ബോഡിയിലെ ഹെൽത്തും അതിൻ്റെ അബ്സോർപ്ഷൻ, കഴിക്കുന്ന ഭക്ഷണം, വ്യായാമം ചെയ്യുന്ന രീതി, ദ എമൗണ്ട് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്. വേറെ മരുന്ന് കഴിക്കുന്നുണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, ആൻഡ് ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്. ബോഡി വെൽബീയിങ്ങിന് വേണ്ടി നമ്മളൊരു സപ്ലിമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് ചോദിക്കുന്നത് ഡയറക്റ്റ്ലി എൻ്റെ ശരീരത്തിലേക്ക് കാൽസ്യം വരില്ലേ. ഇറ്റ് കനോട്ട് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ബേസിക്കലി ഈ കാൽസ്യം അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് കഴിക്കുന്ന രോഗിയിൽ ഈ പറഞ്ഞതുപോലെ ആ കഴിക്കുന്ന സപ്ലിമെൻറ്റ് അങ്ങനെ എല്ലിൻ്റെ അകത്ത് പോയി ഡോക്ടർ വിവേക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ബോൺ ഇസ് നോട്ട് എ സോളിഡ്, ഒരു ഇഷ്ടിക പോലെ അല്ല. അതിൻ്റെ അകത്ത് നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അത് അബ്സോർബായി വരത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാകത്തില്ല. ലൈക്ക് എനി അതർ ഓർഗൻ ലൈക്ക് യുവർ ബ്രെയിൻ, ലിവർ, കിഡ്നി, ദീസ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോ സെൽസ് സ്ട്രക്ചറിങ് ഇൻ ടു ഐ വുഡ് സേ സോളിഡ് സ്ട്രക്ചർ. അല്ല അത് വെൻ യു ടോക്ക് അബൌട്ട് ദാറ്റ്, ഞാൻ പേഷ്യൻസിനോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോണിന് ജീവനുണ്ട്. അത് നമുക്ക് ജീവനുള്ള പോലെ നമ്മുടെ എല്ലുകൾക്കും ജീവനുണ്ട്. ഒരു ഫ്രാക്ചർ സംഭവിച്ചു, ആ ഒരു പൊട്ടിയിരിക്കുന്ന ഒരു എല്ല്, ഇപ്പോൾ ഒരു കുട്ടിയിലൊരു എല്ല് പൊട്ടി വളഞ്ഞു പോയി, അത് കൂടിച്ചേർന്നു. ആ വളവ് പതുക്കെ കുട്ടി വളരും തോറും ബോൺ തന്നെ കറക്റ്റ് ചെയ്യും, റീമോഡലിങ്. അപ്പം ഡോക്ടർ ഗോപി പറഞ്ഞതുപോലെ ഈ കാൽസ്യത്തിൻ്റെ ചോദ്യം വരുമ്പോൾ ബോൺസ് ആർ അലൈവ് എന്ന് പറയണം. ബിക്കോസ് ഈ ജീവനുള്ള ബോണിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെയാണ്. ഞാനത് ആ പേഷ്യൻസിനോട് പറയാറ്. ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരു സ്പോഞ്ച് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിനകത്ത് കയറ്റി വെച്ചു, രാത്രി ഫ്രീസറിൽ വെച്ച് രാവിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, നല്ല കട്ടയായിരിക്കില്ലേ സ്പോഞ്ച് അല്ലേ. ഇനി അടുത്ത ദിവസം രാവിലെ ഈ സ്പോഞ്ച് എടുത്ത് വെയിലത്ത് വെച്ചു, ആ വെള്ളമൊക്കെ അലിഞ്ഞു പോയി, സ്പോഞ്ച് ഡ്രൈ ആയി. ഈ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുന്ന സ്പോഞ്ചിന് നല്ല കട്ടി ഉണ്ടാവും, വെയിലത്ത് വെച്ച് കഴിഞ്ഞുള്ള സ്പോഞ്ചിന് കട്ടി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഐസായിരിക്കുന്ന വെള്ളമാണ് കാൽസ്യം. ചെറുപ്പക്കാരിലും എക്സസൈസൊക്കെ ചെയ്യുന്നവരിലും എല്ലിൻ്റെ അകത്തുള്ള കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. ഡയറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സ്ട്രോങ് ബോൺസിൽ കാൽസ്യം കൂടുതലുണ്ടാവും. ഇതേ ബോൺ തന്നെ പ്രായമാകുമ്പോൾ ഈ കാൽസ്യം പതുക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് ഈ അസുഖമല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്, അതൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ പുറത്ത് നമ്മൾ വെയിലത്ത് വെച്ച സ്പോഞ്ച് സോഫ്റ്റ് അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ എല്ലും കാൽസ്യം പോയി കഴിഞ്ഞാൽ സോഫ്റ്റായി. അപ്പോൾ ജീവനുള്ള
ഒരു ബയോമെക്കാനിക്കൽ പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നുണ്ട്. കാൽഷ്യം കൊണ്ട് വരുന്ന സെല്ലുകളുണ്ട്, എടുത്തുകൊണ്ട് പോകുന്ന സെല്ലുകളുണ്ട്. സോ മൈ ഫൺ ഫാക്ട് ഇസ് ദാറ്റ് ബോൺസ് ആർ അലൈവ്. ഓക്കെ. ഇപ്പോൾ ഈ 2025 ഏറ്റവും കൂടുതൽ ഒ പിയിൽ വന്നിരിക്കുന്ന പേഷ്യൻസ് ബാക്ക് പെയിൻ ആണോ, ഷോൾഡർ പെയിൻ ആണോ, അല്ലെങ്കിൽ നീ പെയിൻ ആണോ, ഏതായിരിക്കും? അതൊരു പക്ഷേ ബാക്ക് പെയിൻ തന്നെ ആയിരിക്കുമല്ലോ സാറേ? എൻ്റെ അടുത്ത് ബാക്ക് പെയിനാണ് ഏറ്റവും ബാക്ക് പെയിനാണ് വന്നിരിക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ? നമ്മുടെ ലൈഫ് സ്റ്റൈലാണോ? ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ മോസ്റ്റ്ലി ടു സേ. ഇപ്പം ലൈക്ക് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഐ വുഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു 3 ഏജ് ഗ്രൂപ്പ്സ്. 3 ഏജ് ഗ്രൂപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ പേഷ്യൻസിനെ തരം തിരിച്ചാൽ ദിസ് ഇസ് ഹൗ എനിക്കിങ്ങനെയാണ് ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. somebody who is under 35 or in their good age group and who is physically active, അവർക്ക് ഒരു ബാക്ക് പെയിൻ ഉണ്ടാകുന്നു. somebody who is under 35 and who is very sedentary, അങ്ങനെ വലിയ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു ഏജ് ഗ്രൂപ്പിലുണ്ടാകും. ആൻഡ് somebody who has crossed ഒരു 50s, അവർക്കൊരു മോഡറേറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഉണ്ട്. ജനറലി നമ്മുടെ നാട്ടിലൊരു 50s കഴിയുമ്പോൾ ദേ ഹാവ് എ മോഡറേറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി, അവർക്കൊരു പെയിൻ ഉണ്ടാകുന്നു. ഈ 3 കാറ്റഗറി. ആൻഡ് വെരി ഓൾഡ് ഇല്ലെന്നല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ഫങ്ഷണൽ ഏജ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ വി വിൽ കൺസിഡർ ദിസ്. ഫിറ്റായിട്ടുള്ള ഒരാളിൽ ഒരു കിടന്നെഴുന്നേറ്റതിന് ശേഷം അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഒരു പർട്ടിക്കുലർ ജിം ആക്ടിവിറ്റിക്ക് ശേഷം മോസ്റ്റ്ലി ഇറ്റ് ഇസ് എ മസിൽ സ്ട്രെയിൻ ഓർ സ്പാസം ദാറ്റ് കോസസ് ദ പ്രോബ്ലം. വിത്തൗട്ട് പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ. സെക്കൻഡ്, ഫിറ്റ് അല്ലാത്ത അല്ലെങ്കിൽ വലിയ ആക്റ്റീവ് അല്ലാത്ത ഒരു യങ്സ്റ്ററിൽ ദർ ക്യാൻ ബി ലോട്ട് ഓഫ് ലൈക്ക് യു സെഡ് ഇരിക്കുന്ന പോസ്റ്റർ. ഇഫ് ഇറ്റ്സ് എൻ IT പ്രൊഫഷണൽ, ലോങ് അവേഴ്സ് ഓഫ് സിറ്റിംഗ്. ഇഫ് ഇറ്റ്സ് എ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, ലോങ് അവേഴ്സ് ഓഫ് ഡ്രൈവിംഗ് ത്രൂ ഔട്ട് ദ സിറ്റി, ത്രൂ ദ ട്രാഫിക്, ക്യാരിയിങ് എ വെയ്റ്റഡ് ബാഗ് ടു മീറ്റ് ഓൾ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. മേ ബി ഒരു പണ്ട് ഒരു വളരെ ആക്റ്റീവായിട്ട് പിന്നെ ആക്ടിവിറ്റി നിർത്തുന്ന ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരുപാട് ചാൻസ് ഓഫ് ബാക്ക് ഇഞ്ചുറീസ് റിപ്പറ്റേറ്റീവ്ലി വരാനുള്ള സാധ്യത ഐ ഹാവ് സീൻ. സോ ദർ ഇസ് എ പോസിബിലിറ്റി ലൈക്ക് ദാറ്റ്. ഇഫ് യു കൺസിഡർ എ യങ് ഫീമെയിൽ ഹൂസ് അണ്ടർ 35 ഇൻ ദാറ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, ലോട്ട് ഓഫ് ദെയർ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈക്ക് എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ റെഫേർഡ് പെയിൻ ആയിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവാം. വളരെ കോമൺലി ഉള്ളത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ യു സി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ. സോ ദീസ് ആർ ദി പ്രിഡോമിനൻറ്റ് കോസസ്. ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് ഡിസ്ക് ബൾജും അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സും ദീസ് ആർ ഡിസീസസ്. ഞാൻ ആദ്യം പറഞ്ഞൊക്കെ പ്രോബബ്ലി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഓർ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റേഷൻസിലുള്ള എർഗണോമിക് കണ്ടീഷൻസ് ആയിരിക്കാം. ആൻഡ് വെൻ യു കം 50+, ജനറലി അതിനൊരു ഡീജനറേറ്റീവ് കമ്പണൻറ്റ് ഉണ്ടാവും. പ്രായം ചെന്നിട്ട് എല്ലുകൾക്ക് അല്ലെങ്കിൽ ഡിസ്കിനുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ, അതിൻ്റെ പല പല സ്റ്റേജസ്, ഒരു മസിൽസിലുള്ള ലൂസനിങ്, ഇതെല്ലാം പറയാം. ഈവൻ കിടക്കുന്ന പോസ്ചർ, കിടക്കുന്ന മാട്രസ് അടക്കം ഐ തിങ്ക് ഇറ്റ് ഇസ് പ്ലേസ് എ ലോട്ട് ഓഫ് സിഗ്നിഫിക്കൻറ്റ് റോൾ. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ഒരു 10 കൊല്ലത്തിൻ്റെ മുകളിലായി പ്രാക്ടീസ് ചെയ്യുന്നു. സോ നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയത്ത്, ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഉള്ള പോലെ അല്ല ഇപ്പോൾ നടുവേദന ഒ പിയിൽ വരുന്നത്. ഫോർ സം റീസൺ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ നടുവേദനയായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ആസ് യു സെഡ്, പൊണ്ണത്തടി, ആക്ടിവിറ്റി ഇല്ല. ഇപ്പം എല്ലാവരും ഫോണിലാണ്. ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് നടക്കാനോ പുറത്തേക്ക് പോകണം. ഇപ്പം എല്ലാവരും ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ പോസ്റ്ററോ നമ്മുടെ നടുവിൻ്റെ പോസ്റ്ററോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇപ്പം എല്ലാവരും IT ഇൻഡസ്ട്രി ലോകമെമ്പാടും ഭയങ്കര ബൂമിങ് ആണല്ലോ. അപ്പം ഒരു എക്കോണമിയുടെ തന്നെ ഒരു ബാക്ക് ബോൺ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം IT ഇൻഡസ്ട്രി. അപ്പോൾ എല്ലാവരും IT ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ ജോലി ചെയ്യുന്നവർ ചെറുപ്പക്കാരായിരിക്കും മിക്കവാറും. അവരിയ്ക്കുമ്പോൾ ഉള്ള പോസ്റ്ററോ അവർ കറക്റ്റായിട്ട് സ്ക്രീൻ വെച്ചിട്ടാണോ ചെയ്യുന്നത്. ചിലർ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്ന് കിടന്നിട്ട് മലന്ന് കിടന്ന് നെഞ്ചിൻ്റെ മുകളിൽ ലാപ്ടോപ്പ് വെച്ച് കൈ ഇങ്ങനെ വെച്ചിട്ട് തല ഇങ്ങനെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കഴുത്തുവേനും നടുവേനും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ എനിക്കൊന്നും അതൊരു ഫാക്ടറാണെന്ന്. കാരണം ഇപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ നടുവേനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നടുവേനയുടെ എണ്ണം കൂടി വരുന്നത്. ഇപ്പോൾ കിടക്കുന്ന കാര്യം പറഞ്ഞില്ല, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെ ആക്ച്വലി പൊസിഷൻ വേണ്ടത് ബാക്ക് പെയിൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ നമ്മുടെ പില്ലോയൊക്കെ അതിലൊരു ഫാക്ടറാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പൊസിഷൻ ഉണ്ടോ നമ്മൾ കിടക്കുന്നതിന് സ്ട്രെയിറ്റ് ആയിട്ട്? ഒരുപാട് ഹൈറ്റുള്ള പില്ലോ വെക്കേണ്ടെന്നുള്ളതാണ്. പിന്നെ പില്ലോ വെക്കാതിരിക്കും ഒരു ന്യൂട്രൽ പൊസിഷൻ. അതായത് ഈ കഴുത്തും നമ്മുടെ പുറത്തിൻ്റെ ഭാഗവും തമ്മിൽ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള പില്ലോ വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ശരിക്കും ഇവിടെ ഗ്യാപ്പ് വരരുതെന്നാണോ പറയുന്നത്? പില്ലോന്റെ കഴുത്തിന്റെ അതായത് കഴുത്ത് ഇങ്ങനെയും പോകാൻ പാടില്ല, ഇങ്ങനെയും പോകാൻ പാടില്ല. ന്യൂട്രലായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഉറങ്ങി കഴിയുമ്പോൾ ഉറങ്ങണ പോലെ ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഒ പിയിൽ ബാക്ക് പെയിന് OP കൺസൾട്ടേഷൻ കൂടാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഇവർ മിക്കവരും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ബാക്ക് പെയിൻ അടിച്ചു നോക്കുന്നു. അപ്പോൾ ഇതാണ് റീസൺ. ഇന്ന കുറേ കാരണങ്ങളുണ്ട്. അതാണ് ആദ്യമേ ചോദിക്കുന്നത്. ഈ പറയുന്ന IT കാർ മിക്കവരും വരുന്നത് ബാക്ക് പെയിൻ ഒരിക്കലും അനുഭവിക്കാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല.
ഇവർ നോക്കുമ്പോൾ വേറെ കുറേ ക്യാൻസർ തൊട്ട് വേറെ ഇഷ്ടംപോലെ റീസൺ ഉണ്ട്. അതൊക്കെയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവർ ബേസിക്കലി ഒപ്പിയിൽ വരുന്നത്. ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെടാറുണ്ടോ? കാരണം ഇതല്ല ആക്ച്വലി നിങ്ങളുടെ റീസൺ, അല്ലെങ്കിൽ ഒരു സർജറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക പേഷ്യൻ്റ്, അതൊരു മനസ്സിലാക്കാൻ അവർക്ക് ഇതൊരു നമ്മൾ സാധാരണ ഒപ്പിയിൽ വരുമ്പോൾ പറയുന്നത് എന്താണ് ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് നമ്മളൊരു പെയിൻ എന്ന് പറയുന്ന ഒരു സിംറ്റമാണ്, അല്ലാതെ ഒരു ഡിസീസ് അല്ലല്ലോ. പെയിൻ ആക്ച്വലി ഒരു സിംറ്റമാണ്. ആ സിംറ്റത്തിനൊരു പത്തോളജി വേണം. വി ആർ ട്രീറ്റിംഗ് ദാറ്റ് പത്തോളജി. ആ ഒരു പത്തോളജിയാണ് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ ട്രീറ്റ് ചെയ്യും. വൺസ് ഈസ് സിംറ്റമാറ്റിക്, അതായത് ആ സിംറ്റത്തിനെ കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ ആ പത്തോളജി എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചില ബാക്ക് പെയിൻ, അതായത് ഭൂരിഭാഗം ബാക്ക് പെയിനും നീഡ് ഓൺലി സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു പെയിൻ റിലീഫ് അതിനുള്ളത്, അതൊരു ഷോർട്ട് ടൈം തെറാപ്പി മതിയാവും. പക്ഷേ ചിലത് ക്രോണിക് ബാക്ക് പെയിൻ, അതുപോലെ സിവിയർ ബാക്ക് പെയിൻ വിത്ത് റേഡിയേറ്റിംഗ് പെയിൻ, വീക്ക്നെസ്, അങ്ങനെയുള്ള ബാക്ക് പെയിനൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും അടുത്തൊരു കോമൺ കോസ് എന്ന് പറയുന്നത് ഈ ഡോക്ടർ ഗോപി പറഞ്ഞ പോലെ ഡീജനറേറ്റീവ് ഡിസ്ക്, ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ്. അങ്ങനെയുള്ളൊരു പേഷ്യൻ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിഷ്യലി നമ്മളങ്ങനെ ആർക്കും സർജറി സജസ്റ്റ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ഭൂരിഭാഗം പേരും ആദ്യത്തെ ഒരു കൗൺസിലിങ്ങിലൊന്നും സർജറിക്ക് വില്ലിങ് ആവാറില്ല, പ്രത്യേകിച്ചും സ്പൈൻ്റെ കാര്യത്തിൽ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അത്രമാത്രം വീക്ക്നെസ്സോ ബുദ്ധിമുട്ടുകളോ ഇമീഡിയറ്റ് സർജറി വേണ്ട കേസാണെങ്കിൽ അല്ല, അത് അവർക്കും കൂടിയും അതിൽ കൺവിൻസ് ആയി മാത്രമേ ചെയ്യുള്ളൂ. അല്ല സാധാരണ നമ്മൾ ഒരു MRI എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിനൊരു സർജറി വേണമെന്ന് പറഞ്ഞാൽ ഒരു 90% ആൾക്കാരും വില്ലിങ് ആവാറില്ല. അപ്പോൾ യൂഷ്വലി അവർ വേറെ ആയുർവേദം, ഹോമിയോ, പിന്നെ ഇവിടെ മൈസൂർ ഒരാളുണ്ട്, ചവിട്ടിയിരുന്ന ആളുണ്ട്, കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാക്ക് പെയിൻ്റെ അല്ലെങ്കിൽ ഡിസ്ക് ഡിസീസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഗുണവും ദോഷമാണ്. ചിലർക്ക് ഇത് കുറച്ച് കളയുമ്പോൾ തന്നെ റിലീഫ് കിട്ടാറുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഡോക്ടർ? തന്നെ റിലീഫ് കിട്ടുക? തന്നെ റെസ്റ്റ് എടുത്തിട്ട് കുറേ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 വെർട്ടിബ്ര, അതായത് യൂഷ്വലി ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ നടക്കുന്നത്, ബാക്ക് പെയിൻ നടക്കുന്നത് ലംബാർ റീജിയൻ, അത് ഏറ്റവും താഴത്തുള്ള ആ റീജിയനിലാണ്. അപ്പോൾ ഈ ഡിസ്ക്കാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസിങ് സ്ട്രക്ചർ. സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2 ഇഷ്ടിക സിമെൻറ്റ് വെച്ച് ഉറപ്പിക്കുന്ന പോലെയാണ് ഈ സാധനം. അപ്പോൾ ഈ 2 വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഡിസ്ക്കാണ് ഇതിൻ്റെ ഏറ്റവും ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്ന സ്ട്രക്ചർ. ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് ഡീജനറേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ആ ഡിസ്ക് മോശമാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലോഡ് ബെയറിങ്, ആ ഒരു മോഷൻ സെഗ്മെൻറ്റ്, അതിൻ്റെ ലോഡ് ബെയറിങ് സാധിക്കാതെ വരുന്നു. അപ്പോഴാണ് ഇത് പെയിൻ വരുന്നത്. ആ ഇൻസ്റ്റെബിലിറ്റി കൊണ്ടാണ് ഇത് പെയിൻ വരുന്നത്. അപ്പോൾ യൂഷ്വലി ഇൻസ്റ്റെബിലിറ്റി വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ അതിനെ റിക്കവർ ചെയ്യാനുള്ള ചില ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ബാക്കിൽ ലിഗമെൻറ്റുകളുണ്ട്, വെർട്ടിബ്രയുടെ ഇടയ്ക്ക് ജോയിൻ്റ് ഉണ്ട്, ആ ജോയിൻറ്റിന് ചുറ്റും ലിഗമെൻറ്റുകളുണ്ട്. അപ്പോൾ ആ ലിഗമെൻറ്റിനെ ഹൈപ്പർട്രോഫി, അതായത് അതിനെ വലുതാക്കും. അതായത് ഈ ഡിസ്കിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ആ ലിഗമെൻറ്റം ഫ്ലാവം എന്നാണ് ഞാൻ പറയാം, അത് വലുതാവും, ഹൈപ്പർട്രോഫിയാവും. അപ്പോൾ ഇപ്പം എന്ത് സംഭവിച്ചു? ഒന്ന് ഡിസ്ക് ബൾജ് ഒരു സ്ഥലത്തു നിന്നുണ്ട്, ഫ്ലാവത്തിൻ്റെ ഹൈപ്പർട്രോഫി അടുത്ത സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പെയിൻ പോയി നോക്കിയാൽ, അപ്പോൾ ഒരു അക്യൂട്ടായിട്ട് ഒരാൾ വന്നു, നമ്മൾ പെയിനുള്ള റിലീഫ് കൊടുത്ത് റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ ഫിസിയോ, ആ പെയിൻ പോയി. ഇത് പിന്നെ ചിലപ്പോൾ 1-2 പ്രാവശ്യം വർഷത്തിൽ വന്നെന്നിരിക്കാം. അതൊക്കെ പോയി ചിലപ്പോൾ വർഷങ്ങൾ, ഒരു 4-5 വർഷം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഫ്ലാവും ഹൈപ്പർട്രോഫിയുടെ ആവും, ഡിസ്കും വളരെ മോശം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ നെയർവ് പോകുന്നത്, കാലിലേക്കുള്ള നെയർവ് പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഈ നെർവിനെ പ്രസ് ചെയ്ത് ഇമ്പിഞ്ച് ചെയ്യും. അങ്ങനെ അത് സ്റ്റീനോസിപ്പും. അപ്പോൾ ഇപ്പോൾ 2 പ്രശ്നമായി. ഒന്ന് ഇൻസ്റ്റെബിലിറ്റി ആയി, പിന്നെ നെർവ് കംപ്രഷൻ വന്നിട്ട് കാലിലേക്കുള്ള സയാറ്റിക്കായി. ആ ഒരു സന്ദർഭത്തിലാണ് മിക്കവാറും പേഷ്യൻ്റ് ഒരു സർജറിക്കായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരുള്ളൂ. കാരണം ആ പെയിൻ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേറ്റിംഗ് പെയിനാണ്. നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, അനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റും. കിടക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥ, നമ്മളെപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് പെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ കഴുത്തിലെ ഈ സ്പോണ്ടൈലോ റാഡിക്കുലോപ്പതി എന്ന് പറയും, കയ്യിലേക്ക് വരുന്ന പെയിൻ, അതും ഇതുപോലെ ഇതിനേക്കാളും മോശം പെയിനാണ്. അങ്ങനെയുള്ളവരാണ് പെട്ടെന്ന് ചൂടാവുകയും ഈ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവർ നമ്മളെ ഇഷ്ടമല്ല എന്നുള്ള രീതിയാണ്. പക്ഷേ ഇങ്ങനെ അനുഭവിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ. പുള്ളിക്ക് ഇതുപോലെ വച്ചിട്ട് പുള്ളി സർജറി ചെയ്തു, പക്ഷേ സർജറി ശരിയായില്ല, അതെന്തോ. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ശരിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മളെ ഫേസ് ചെയ്യാൻ ആയിട്ട്, അപ്പോൾ എല്ലാവരും ആയിരിക്കും പുള്ളി എന്തോ ചാടക്കി നടക്കുന്നതാണ് അങ്ങനെ. അപ്പോൾ
ഇടയ്ക്ക് ചൂടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എടാ ഇത് ഭയങ്കര പെയിനാണ് എനിക്ക്, അത് വരുമ്പോഴാണ് എൻ്റെ ഈ മൂടെ മാറുന്നത് പറയും പുള്ളി. അപ്പോൾ ഈ പെയിൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ പോലും അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു സബ്ജക്റ്റീവ്, പുള്ളിക്കറിയാം എൻ്റെ പ്രശ്നം ഇതാണെന്ന് പുള്ളിക്കറിയാം. ഒരു സബ്ജക്റ്റീവാണ് പെയിൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ അനുഭവിക്കുന്ന പെയിൻ ആയിരിക്കില്ല ഇപ്പോൾ ഇയാൾ അനുഭവിക്കും. ഒരേ സെയിം പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ അനുഭവിക്കുന്ന ഒരു പെയിൻ അതിൻ്റെ ഒരു ഇതായിരിക്കും, ഇൻറ്റൻസിറ്റിയിലായിരിക്കില്ല താൻ അനുഭവിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല ഇവരനുഭവിക്കുന്നത്. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. നമുക്ക് ഒരാളുടെ പെയിൻ വേറൊരാളുടെ, എൻ്റെ പെയിൻ ഈ വേറൊരാളുടെ പെയിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഒരു പെയിൻ സബ്സൈഡ് ചെയ്യുന്നുണ്ട്, മെഡിസിൻ കൊടുത്തിട്ടാണെങ്കിൽ വി വിൽ ഗിവ് മെഡിസിൻ. ഇഫ് ഇറ്റ് ഈസ് വിത്ത് ഫിസിയോതെറാപ്പി. അതല്ല ഇതുകൊണ്ടൊന്നും പുള്ളിക്ക് സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ വി ക്യാൻ ഓപ്റ്റ് ഫോർ സർജറി. ഓക്കെ. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഷ്യൻ്റ് പെയിൻ ഉണ്ട്, പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു, ഒരു ക്വിക്ക് ഫിക്സ് ആണ് പേഷ്യൻ്റ് ആവശ്യം. അപ്പോൾ നമ്മൾ ചില കേസുകളിൽ നമുക്കറിയാം മരുന്ന് കൊടുത്ത് മസിൽസിന് ബലം കൂടുതൽ, ഇപ്പോൾ ഈ സാർ പറഞ്ഞ ഇൻസ്റ്റബിലിറ്റി, അതായത് എല്ലുകളുടെ ഇടയിലുള്ള ഇളക്കം, ഒരു പരിധിവരെ മസിൽസിന് ബലം കൊടുത്തു കഴിഞ്ഞാൽ അത് ബെറ്റർ ആവും. പക്ഷേ പേഷ്യൻസിന് ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സർസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഫിസിയോ ചെയ്യാനോ അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് മടിയാണ്. അവർ 2-3 ദിവസം പോകും. അവർ നമ്മൾ പറയുമ്പോൾ അവർ ഒരു 2 to 3 സ്ഥിരം കാണുന്നൊരു സിറ്റുവേഷനാണ്. ഒരു 3-4 ദിവസം പോകും, അല്ലെങ്കിൽ ഒരാഴ്ച പോയി ഫിസിയോ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്തിട്ട് അവർ പറയും, സാറേ ഞാൻ ഒരാഴ്ച ചെയ്തു, എനിക്കൊരു ഗുണമില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ട്, എനിക്ക് 6 പാക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജിമ്മിൽ ഒരാഴ്ച പോയി, 8ാം ദിവസം ഞാൻ പറയണം എനിക്ക് 6 പാക്ക് ഒന്നും ആയിട്ടില്ല, ഞാൻ ഇനി ജിമ്മിൽ പോയിട്ട് കാര്യമില്ല. അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത്. നമുക്ക് എല്ലാവർക്കും അറിയാം 7 ദിവസം കൊണ്ട് നടക്കാൻ പോകില്ല. പക്ഷേ ഈ ഫിസിയോതെറാപ്പിയും എക്സസൈസും മസിൽ സ്ട്രെങ്തനിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ പേഷ്യൻസിന് ചിലപ്പോൾ അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഈ ഫിസിയോതെറാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ, എൻ്റെ ഫാദർ ആൾ ഫയർമാനാണ്. ആളൊരു 8 മാസം മുന്നേ മുട്ടിന് സർജറി ചെയ്തു, റീപ്ലേസ് ചെയ്യുന്ന സർജറി ചെയ്തു. ഫിസിയോതെറാപ്പി എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 8 മാസത്തിന് ശേഷം ആൾ സ്റ്റെയർ കയറുമ്പോൾ ആൾക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? എല്ലാം കറക്റ്റായി ചെയ്ത് മരുന്നെല്ലാം കഴിച്ചു. അല്ല, ഫിസിയോതെറാപ്പി ഒരിക്കലും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിക്കൊള്ളുന്നില്ല. ഇപ്പം എന്തെങ്കിലും മെക്കാനിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പം നവിയുടെ ഫാദറിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു മെക്കാനിക്കൽ പ്രോബ്ലം ഉണ്ട്, റിക്വയറിങ് സർജറി, ഇപ്പം ഡോക്ടർ ഗോപി നേരത്തെ പറഞ്ഞ പോലെ എല്ല് തേഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഫിസിയോതെറാപ്പി ചെയ്താലും അതിൽ ഗുണം ഉണ്ടായെന്ന് വരില്ല. ചില കേസുകളിൽ സർജറിയുടെ അഡ്ജങ്ക്റ്റാണ്, അതായത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലത്തെ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പേഷ്യൻസിനെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഫിസിയോതെറാപ്പി. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ആ സർജറിയിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ഫാക്ടേഴ്സോ ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രം അത് ശരിയായി കൊള്ളണം എന്നില്ല. അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഒരു സർജറിക്ക് ശേഷം ഒരു നോർമൽ ലൈഫിലേക്ക് എത്താൻ എത്ര ടൈം പീരീഡാണ് നമ്മൾ എടുക്കുന്നത്? അതൊരു ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി വെരി സബ്ജക്റ്റീവ്. ലൈക്ക് വിവേക് ഇപ്പം ഫാദറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ 8 മാസത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് പെയിൻ ഉണ്ടാകുന്നു. പ്രൈമർലി ഫിസിയോതെറാപ്പി കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയാനാണ് നമുക്ക് ടെൻഡൻസി ഉണ്ടാകുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ യു ക്ലിയർലി സെഡ് ഫയർമാനാണ്, സോ ഫൈറ്റിംഗ് സ്പിരിറ്റിന് യാതൊരു കുറവും കാണില്ല, ഡെഡിക്കേറ്റഡ് ആയിരുന്നു, അപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞതുപോലെ ഈസ് ദെയർ എ സബ്ലൈമൽ ഇൻഫെക്ഷൻ, അങ്ങനെയുള്ളൊരു കാര്യം അതിൻ്റെ അകത്ത് വരാം. ലൈക്ക് ഒരു സർജറി എന്ന് പറയുമ്പം, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഷോൾഡർ സർജറി നമ്മൾ ചെയ്യുന്നു, കീ ഹോൾ ആയിരിക്കും ആണെന്ന് വെച്ചോ, ഇപ്പം ഒരു എല്ലാവരും വളരെ ക്വിക്ക് ഫിക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു സാധനമാണ് കീ ഹോൾ വഴി നമ്മൾ ഷോൾഡർ റിപ്പയർ ചെയ്യുന്നു. എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് 3 ആഴ്ചയിൽ കളിക്കാൻ പോകാൻ പറ്റുമെന്ന്, തിരിച്ച് ബാക്ക് ടു ദെയർ ലെവൽ. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഫ്രം 3 weeks to 3 years ഓൾസോ, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ലെവൽ ഓഫ് പ്ലേ ഡു യു ഇൻവോൾവ് യുവർ സെൽഫ് ഇൻ. ഒരു പ്രൊഫഷണൽ പ്ലെയറിൻ്റെ ലെവലിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ യു റിക്വയർ ഗുഡ് പീരീഡ് ടു റീഹാബ് യുവർ സെൽഫ് ബാക്ക്. മനസ്സിലാവും, ഒരു പഴയ രീതിയിലേക്ക് പെർഫോം ചെയ്യണമെങ്കിൽ. ഒരു ആർത്രൈറ്റിസ് ഉള്ള ഒരു 60-65 ഒരു വുമൺ who wants to walk pain free, അവർക്കും ഈ 30 ഉള്ള ക്രിക്കറ്ററേയും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2 പേർക്കും ഷോൾഡർ സർജറിയാണ് ചെയ്തതെങ്കിൽ ദ യങ്ങർ ചാപ്പ് വളരെ ഫാസ്റ്റായിട്ട് ചിലപ്പോൾ റിക്കവർ ചെയ്യുക. ദ ഓൾഡർ ലേഡി വിൽ ടേക്ക് സം ടൈം. യു ഹാവ് ടു റെസ്പെക്ട് ദയർ ഏജ് ആൻഡ് സാർ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ സബ്ജക്റ്റീവ് വാട്ട് യു ക്യാൻ ബെയർ. ദ യങ് പേഴ്സൺ എത്ര പെയിനും ചിലപ്പം എടുക്കും. ഹി ഹാസ് എ മോട്ടീവ്. വാട്ട് ഐ ജനറലി എനിക്കെപ്പോഴും പേഷ്യൻസിനോട് പറയാൻ താല്പര്യമുള്ളൊരു കാര്യം, നിങ്ങൾ മുട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ മെയിൽ ശബരിമല പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. വേദന ഇല്ലാതെ നടക്കണം എന്ന് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ യുവർ എൻ പോയിൻ്റ് ഇസ് ലെസർ. 100 മാർക്കിന് നമ്മൾ സ്കോർ ചിന്തിച്ചാൽ പഠിച്ചാൽ 75 കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 80 കിട്ടുമായിരിക്കും. എനിക്ക് പാസ്സായെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യു മൈറ്റ്
മൈൻഡിന്റെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, എനിക്ക് എഴുന്നേറ്റ് നടക്കണം. ആ ഒരു മൈൻഡിന് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ ഉണ്ട്. നീ റീപ്ലേസ്മെന്റ് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ഒരു 3% അത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഓൾവേസ് ഹെൽപ്സ് യു. നീ റീപ്ലേസ്മെന്റ് ഈസ് ലൈക്ക് യുവർ മദർ ഇൻ ലോ എന്നാണ് പറയുക. അല്ല ഇപ്പം THR ഈസ് ഹൈലി ഫോർ ഗിവിംഗ്, പക്ഷേ TKR അത്ര ഒരു ഫോർ ഗിവിംഗ് സർജറി പേഷ്യൻ വിൽ കംപ്ലൈൻറ്റ് ഓഫ് പെയിൻ. ഇപ്പോൾ ഫാദറിൻ്റെ കോൺടാക്സിലാണ് നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് സാർ എത്ര നാളെടുക്കും റിക്കവറി ചെയ്യാമെന്ന് പല പേഷ്യൻസ് ചോദിക്കും. അപ്പം ആദ്യത്തെ കാര്യം എന്ത് ടൈപ്പ് നീ റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു നമ്മൾ കോംപ്ലിക്കേറ്റഡ് നീ റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, സാധാരണ നീ റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. അതുമാത്രമല്ല എന്ത് ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടാണ് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. തേയ്മാനം മാത്രമായിരിക്കണം എന്നില്ല, ചിലപ്പോൾ എല്ല് മുന്നേ ഫ്രാക്ചർ ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് എല്ല് ആർത്രൈറ്റിസ് ഉണ്ട് ജോയിൻറ്റിൽ, അതിനുവേണ്ടി ചെയ്യുന്ന നീ റീപ്ലേസ്മെൻറ്റ്സ്. ഇത് ഫ്ലൂയിഡ് പോയി തേയ്മാനം വന്നു, അങ്ങനെയാണ്. അതൊരു സാധാരണ രീതിയിലുള്ള നീ റീപ്ലേസ്മെൻറ്റ്. അപ്പം തേയ്മാനം എന്ന് പറയുന്നത് കാർട്ടിലേജ് തേഞ്ഞു പോകുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ ടയർ തേഞ്ഞു പോകുന്നൊരു മെക്കാനിസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു നീ റീപ്ലേസ്മെൻറ്റ് ഇപ്പം എല്ലാം ഒബ്വിയസ്ലി സർജറിയുടെ അകത്ത് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന ഒരുപാട് ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഞാൻ പേഷ്യൻസിനോട് പറയാം ഒരു 3 months to 1 year ആണ് റിക്കവറി പീരീഡ്. അതായത് ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട്. ചില പേഷ്യൻസ് 3 months മുന്നേ, എനിക്കിപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ TKR ചെയ്തൊരു പേഷ്യൻറ്റ്, 2 മുട്ടും മാറ്റി വെച്ച പേഷ്യൻറ്റ്, വടിയൊന്നും ഇല്ലാണ്ട് OP നടന്നു വന്നു. പക്ഷേ അതേ ഓപ്പറേഷൻ അതേ ഡോക്ടർ ചെയ്ത പേഷ്യൻറ്റ് 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ വാക്കറോ അല്ലെങ്കിൽ വീൽ ചെയറിലോ ആയിരിക്കും വരുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഫാക്ടേഴ്സ് എന്തായാലും ഉണ്ട്. പക്ഷേ നമ്മളൊരു ജനറൽ ഗൈഡ് ലൈൻ ആയിട്ട് പറയുകയാണെങ്കിൽ റിക്കവറി ഇസ് എ ലോങ് പ്രോസസ്. 3 മാസം തൊട്ട് 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വരെ പേഷ്യൻ്റ് ബാക്ക് ടു നോർമലായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ അത് ഒരുപാട് വേരിയബിൾസ് ഉണ്ട് അതിന്.